നിലവിൽ ഏതാണ്ട് MLA പറഞ്ഞ പോലെ തന്നെ 70% ഭാഗങ്ങൾ കണ്ടെടുക്കാനായിട്ടുണ്ട് എന്നാണ് MLA പറഞ്ഞത്. ഏതായാലും അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. MLAയുടെ പ്രതികരണം തന്നെ നമ്മൾ കേട്ടു. ഇനി ഇത് മറ്റ് പരിശോധനാ നടപടികൾക്കായിട്ടാണ് പോകുന്നത്. അതായത് മംഗലാപുരത്താണ് ഇതിന്റെ ലാബും സൗകര്യങ്ങളും ഉള്ളത്. DNA പരിശോധന അവിടെയായിരിക്കും നടക്കുക. അതുകൂടാതെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഉണ്ടാവും. അതിന്റെ തുടർച്ച, അതായത് എന്തൊക്കെയാണോ നടപടിക്രമങ്ങൾ അത് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഏതായാലും ഒരു നടപടിക്രമത്തിനും യാതൊരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് MLA സതീഷ് കൃഷ്ണസൈല് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഇപ്പോഴും ആ ഡ്രഡ്ജറിൽ തുടരുക തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ക്യാബിൻ ഭാഗവും ചേസിന്റെ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ഭാഗവും ഇപ്പോൾ ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സാരംഗ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സാരംഗ്, ഇപ്പോ വണ്ടിയുടെ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിലുണ്ട് എന്ന് തന്നെ വേണ്ട. നമുക്ക് ഈ പടിയിൽ ഇതിന്റെ ചേസ് ഭാഗം കൂടി ഉണ്ട് അല്ലെ? അന്ന് തന്നെ വേണ്ട. നമുക്ക് ഈ പടിയിൽ ഇതിന്റെ ചേസ് ഭാഗം കൂടി ഉണ്ട് അല്ലെ? അതെ ശ്രീധരൻ, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ക്യാബിൻ ഭാഗവും ആണ് പ്രധാനമായും ഈ ഒരു, കാരണം പല വാഹനങ്ങളും തകർന്ന നിലയിലാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് പിന്നീട് ഇത്തരത്തിൽ ഈ ഒരു രൂപത്തിലെങ്കിലും വാഹനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം ക്യാബിൻ കാണാം, അതുപോലെ തന്നെ ചേസിൻ്റെ ഭാഗം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കരയോട് അടുപ്പിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു തരത്തിൽ ഇത്രയും അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗം പോലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ക്യാബിൻ വലിയ തോതിൽ തകർന്നിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ MLA സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ MLA പറഞ്ഞ തീർച്ചയായും അർജുൻ